ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരൻ ശശി കോൺഗ്രസ്സാണ്, KSU, ഞാൻ SFI. അവൻ എൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിയിട്ട് അതിൻ്റെ അകത്ത് എഴുതി വെച്ചു, ശൈലജ വിപ്ലവം ഒരിക്കലും നടക്കില്ല, അതുകൊണ്ട് നീ ഇത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഞാൻ ശശിയുടെ ഓട്ടോഗ്രാഫ് വാങ്ങിയിട്ട് എഴുതി, ശശി വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ വിപ്ലവങ്ങൾ നടന്നു, ഇനിയും നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. ശശിനെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, ശശി 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു, അതൊരു വിപ്ലവമായിരുന്നു കേട്ടോ. ബ്രിട്ടൻ ഇന്ത്യ വിട്ടു, നമ്മളെല്ലാം സ്വതന്ത്രരായി. 1957 ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ടിട്ടുള്ള ഭൂവുടമാവകാശം അല്ലേ, പാവപ്പെട്ടവനെ ഭൂമിയുടെ അവകാശം നിഷേധിക്കുന്ന അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഇല്ലാതാക്കി, അതൊരു വിപ്ലവമായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭാവനം ചെയ്യുന്ന വിപ്ലവം സോഷ്യലിസ്റ്റ് വിപ്ലവമാണ് ഇന്ത്യയിൽ അല്ലേ. അതിനു മുമ്പ് ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള മാറ്റം നടക്കേണ്ടതായിട്ടുണ്ട്, ജനാധിപത്യ വിപ്ലവം നടക്കേണ്ടതായിട്ടുണ്ട്, ഭൂമിയുടെ മേലുള്ള ഭൂസ്വാമിമാരുടെ അധികാരാവകാശങ്ങൾ ഇല്ലാതാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ 57 പ്രകടമായിട്ടുള്ള ജന്മിത്വം അവസാനിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ആ ജന്മിത്വം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യ വിപ്ലവം പൂർത്തിയായിട്ടില്ല. ആ ജനാധിപത്യ വിപ്ലവം കൂടി പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം തൊഴിലാളി വർഗത്തിൻ്റെ കയ്യിലാണ് എന്ന് നമ്മൾ കരുതുന്നു. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മുദ്രാവാക്യം വിളിക്കുന്നത്. ഇപ്പോൾ എന്ത് മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിക്കുന്നത്? ജനകീയ ജനാധിപത്യ വിപ്ലവം വിജയിക്കട്ടെ എന്നാണ്. കൃഷിക്കാരും തൊഴിലാളികളും എല്ലാം ചേർന്ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് നമുക്ക് കിട്ടാത്ത അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള വലിയ വിപ്ലവം ഇന്ത്യൻ ഭരണാധികാരി വർഗത്തിനെതിരായിട്ട് നടത്തണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് 1917 സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ കഥ പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് എന്താ ഗുണമുണ്ടായത്? എന്തൊരു മാറ്റം ഉണ്ടായെന്നറിയോ? അവിടെ സാർ ചക്രവർത്തിമാരുടെ ഭരണമായിരുന്നു. സ്ത്രീകളൊക്കെ ഇവിടുത്തെ മലബാറിൽ നമ്മൾ അന്ന് പട്ടിണി കിടന്നതുപോലെ കൊടും പട്ടിണിയിലായിരുന്നു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, അവർക്ക് പൊതുവേദിയിൽ വരാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ചക്രവർത്തിമാരുടെ പിടിയാളുകൾ എന്ത് ദ്രോഹം ചെയ്താലും അതെല്ലാം കണ്ണും പൂട്ടി സഹിച്ച് വീണൊടുങ്ങുന്ന നരകജന്മങ്ങളായിരുന്നു അവിടുത്തെ സ്ത്രീകൾ. പുരുഷന്മാരും എല്ലാം അങ്ങനെയാണ്. ആ പട്ടിണി കിടക്കുന്ന മനുഷ്യർ സംഘടിച്ചു, മാനിഫെസ്റ്റോ ഒക്കെ വായിച്ചു. അപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഈ സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ചാൽ നമുക്ക് ഗുണമുണ്ടാവും എന്ന് കരുതിയിട്ടാണ്. പട്ടിണി 14 കിടക്കുമ്പോൾ തനിയെ കൊടിയെടുത്ത് ഇറങ്ങും നമ്മൾ അല്ലേ. കേരളത്തിലിപ്പം പട്ടിണിയൊന്നും കിടക്കണ്ട, ഒരു ദിവസം റേഷൻ പീടികയിൽ അരിയില്ലെങ്കിൽ നമ്മളെന്തുമാത്രം സമരം ചെയ്യുകയാണ്. ഇന്ന് അരി വാങ്ങാൻ പോയി കിട്ടിയില്ല, നാളെ വരും എന്ന് പറഞ്ഞാലും ദേഷ്യം തീരില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് അരി വേണം എന്ന് നമ്മൾ പറയാൻ പഠിച്ചിരിക്കുകയാണ്. എന്നാൽ ദിവസങ്ങളോളം ആഹാരമില്ലാത്ത മനുഷ്യർ, അവർക്ക് ആഹാരം കിട്ടുന്നു വന്നപ്പോൾ അവർ സമരം ചെയ്യാൻ ഒരുങ്ങി. ഇടതുപക്ഷ ആശയഗതി അനുസരിച്ചാണ് ചെങ്കൊടി എടുത്തിട്ട് അവർ സമരം ചെയ്തു. ആ സമരം വിജയിച്ചു. നമ്മൾ പറയുമ്പം പറയും ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് ചമ്പട മാർച്ച് ചെയ്ത് സാർ ചക്രവർത്തിമാരുടെ പതാക വലിച്ചു താഴ്ത്തി അവിടെ ചുവന്ന കൊടി ഉയർത്തി എന്നൊക്കെ ഒരു ദിവസം രാവിലെ തോന്നിയിട്ട് എണീറ്റ് പോയൊന്നുമല്ല കേട്ടോ. എത്രയോ ദിവസം സമരങ്ങളും പിക്കറ്റിങ്ങുകളും അടിയും പിടിയും ഇല്ലേ, വെടിവെപ്പും മരണവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിട്ടുകൊടുത്തില്ല. ഞങ്ങൾക്ക് ആടുമാടുകളെ പോലെ ജീവിക്കാൻ വയ്യ, ഞങ്ങൾക്ക് മനുഷ്യരായിട്ട് ജീവിക്കണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ആ മനുഷ്യർ പോരാട്ടം നടത്തിയിട്ടാണ് 1917 റഷ്യൻ വിപ്ലവം നടന്നത്. ജവഹർലാൽ നെഹ്റു അതിനെ അംഗീകരിച്ചിരുന്നു, ആ വിപ്ലവത്തെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓർമ്മിപ്പിക്കാറുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ നിന്ന് അയച്ച കത്തുകളിൽ ഒന്നിൽ നെഹ്റു എഴുതി, മകളെ ഇന്ദു, നീ ഭാഗ്യവതിയാണ്. എന്തുകൊണ്ടെന്നാൽ നീ ജനിക്കുന്നത് 1917. ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരെല്ലാം നെഹ്റുവിൻ്റെ പുസ്തകം വായിക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലേ, വായിച്ചാൽ നന്നായിരുന്നു. നീ ഭാഗ്യവതിയാണ്, കാരണം ജവഹർലാൽ നെഹ്റു മാർക്സിസ്റ്റ് ഒന്നുമല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എന്നാൽ സോഷ്യലിസ്റ്റ് ആശയഗതികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹം പറഞ്ഞു, ആ വർഷത്തിലാണ് ഈ ലോകത്തിലെ മഹാനായ ഒരു മനുഷ്യസ്നേഹിയുടെ നേതൃത്വത്തിൽ ലോക ജനതയുടെ വലിയൊരു ഭാഗം അടിമനുഖം വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറിയത്. ആ സംഭവം മറ്റൊന്നുമല്ല, ആ മഹാനായ മനുഷ്യസ്നേഹി വ്ളാഡിമിർ ഇല്യാനോവിച്ച് ലെനിൻ എന്ന് പറയുന്ന റഷ്യൻ സമരനായകനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വിപ്ലവം നടന്നത്. വിപ്ലവം നടന്ന് ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ച ഉടനെ സോഷ്യലിസ്റ്റ് ആശയഗതി ആദ്യം ചെയ്തതെന്താ? ലെനിൻ പറഞ്ഞു, ആദ്യം ചെയ്യേണ്ടത് യേശുക്രിസ്തു പറഞ്ഞതുപോലെ മനുഷ്യർക്ക് ഭക്ഷണം എത്തിക്കുകയാണ്. പട്ടിണി കിടന്ന് മരിച്ചിട്ട് പിന്നെ വേറെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താ വേണ്ടല്ലേ? പട്ടിണി കിടന്ന് മരിച്ചാൽ നല്ല റോഡും വേണ്ട, നല്ല സ്കൂളും വേണ്ട, നല്ല ആശുപത്രിയും വേണ്ട, മരിച്ചുപോയില്ലേ? എന്നാൽ അതിനു മുമ്പേ ആഹാരം എത്തിക്കണം.
അപ്പോൾ ലെനിൻ പറഞ്ഞു സോവിയറ്റ് റഷ്യയിലെ പ്രവിശ്യകളെല്ലാം കൂട്ടിച്ചേർത്ത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR രൂപീകരിച്ചു. വളരെ സമാധാനപൂർണമായിട്ടുള്ള അന്തരീക്ഷമുണ്ടായി. അവിടെ കൃഷി ചെയ്തു. അന്നത്തെ റഷ്യൻ സാഹിത്യകാരന്മാർ ചിലർ എഴുതിയിട്ടുണ്ട്. മിഖായൽ ഷോളോക്കും ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, എൻ്റെ മനസ്സിനെ ഒരു ബാധിച്ചിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഉഴുതുമറിച്ച കന്നിമണ്ണെന്ന് പറയുന്നൊരു നോവലുണ്ട്, ദ വെർജിൻ സോയിൽ അപ്റ്റേൺഡ്. അതിനകത്ത് ഷോളോക്കോ പറഞ്ഞ് വിപ്ലവം നടന്നിട്ട് പിന്നെ അടുത്ത് വരുന്ന ആഴ്ചകളിൽ കണ്ടതെന്താ? പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും കൂട്ടുകൃഷി കളങ്ങൾ ഉണ്ടാക്കുന്നു, കൃഷിക്കാരെ സംഘടിപ്പിക്കുന്നു, വിത്തും വളമൊക്കെ കൊടുക്കുന്നു, ശേഖരിക്കുന്നു. എന്നിട്ട് ഈ കന്നിമണ്ണ് ഉഴുതുമറിച്ച്, അതുവരെ കന്നിമണ്ണ് ഉഴുതുമറിക്കാനൊന്നും ഇക്കൂട്ടർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം അതെല്ലാം ചക്രവർത്തി തിരുമനസ്സുമാരുടെ പിണിയാളുകളുടെ കയ്യിലാണ്, കൃഷിക്കാരുടെ സ്വന്തമല്ല. ചക്രവർത്തി ഇവിടെ കൃഷി ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ കൃഷി ചെയ്യാം, ഇവിടെ ഇപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതങ്ങനല്ല. റഷ്യയിലെ മണ്ണ് ഉഴുതുമറിച്ച് കൃഷി ചെയ്തപ്പോൾ ധാരാളം ധാന്യം വിളഞ്ഞു. ധാന്യം വിളഞ്ഞപ്പോൾ അത് കൊയ്ത് കൊണ്ടുവന്ന് ഈ കൂട്ടുകൃഷി കളത്തിൽ കൂട്ടിയപ്പോൾ പ്രതീക്ഷയോടുകൂടി കൃഷിക്കാരത് നോക്കി നിൽക്കുന്നു. സാധാരണ അളക്കുമ്പോൾ ഒരു ചെറിയ പങ്ക് ആ കൃഷിക്കാരന് കൊടുക്കുക, ബാക്കിയെല്ലാം ചക്രവർത്തിമാരുടെ പത്തായത്തിലേക്ക് പോവുകയാണ്, ജന്മിമാരുടെ. എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ വിളഞ്ഞ ധാന്യങ്ങൾ കൃഷിക്കാർക്ക് മൃഷ്ടാന്നം ആഹാരം കഴിക്കാനുള്ളത് മുഴുവൻ അളന്നു കൊടുത്ത് തലപ്പേറെ അതെല്ലാം ശേഖരിച്ച് കൊണ്ടുപോകുമ്പോൾ ആ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രു ഒഴുകുകയായിരുന്നുവെന്നാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് തങ്ങൾ അധ്വാനിച്ച വിഹിതം തങ്ങൾക്ക് ലഭ്യമാകുന്നു ഭക്ഷണം കഴിക്കാൻ. അതിൽ പരം ഒരു സന്തോഷം മനുഷ്യർക്ക് എന്താ ഉണ്ടാവുക? അവരത് കൊണ്ടുപോയി ഇഷ്ടം പോലെ ആഹാരം കഴിച്ചു. ചൈനീസ് വിപ്ലവം നടന്നപ്പോഴും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. 49-ലാണ് ചൈനയിൽ വിപ്ലവം. ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായിരുന്നു ചൈന. ചൈനയിലെ പട്ടിണി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു താരതമ്യമില്ലാത്ത പട്ടിണിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ വിപ്ലവം നടന്നപ്പോൾ ചൈനീസ് വിപ്ലവ നായകൻ മാവോ സേതുങ് അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മൾ കൃഷിയെല്ലാം ചെയ്ത് ആഹാരമെല്ലാം ഉണ്ടാക്കുമ്പോൾ സമയം പിടിക്കും, എവിടെ നിന്നെങ്കിലും ഈ പൂഴ്ത്തി വെച്ച ധാന്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, പൊടികളൊക്കെ ഉണ്ട്, ധാന്യപ്പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ ശേഖരിച്ചിട്ട് നിങ്ങൾ അടിയന്തരമായി ഓരോ ഗ്രാമത്തിലും ആഹാരം പാകം ചെയ്തിട്ട് ആളുകൾക്ക് കൊടുക്കുക കേട്ടോ. അവർക്ക് മര്യാദക്ക് പാകം ചെയ്യാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത അടിമതുല്യരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കി അവർക്കെല്ലാം ആഹാരം കൊടുക്കാൻ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു ക്യാമ്പിൽ മാവോ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആഹാരം കൊടുത്തു, റൊട്ടി, ഇവിടെ റൊട്ടിയാണ്, ചോറൊന്നുമല്ല, റൊട്ടി കൊടുത്തു. അപ്പോൾ എന്നാൽ ആ റൊട്ടി ഒരെണ്ണം എനിക്കും താന്ന് പറഞ്ഞു. അപ്പോൾ മാവോയിന് കൊണ്ടു കൊടുത്തു. മാവോ അത് കടിച്ചിട്ട് നോക്കുമ്പോൾ പല്ലിന് പറ്റുന്നില്ല. അപ്പോൾ മാവോ ചോദിച്ചു, ഇതാണോ എല്ലാവർക്കും കൊടുത്തത്? അത് ആ പൊടി അത്ര നന്നായിരുന്നില്ല, അതുകൊണ്ടാണ്. കേട്ടില്ലേ? മാവോൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം അടർന്ന് വീണു എന്ന് പറഞ്ഞു. ഇത്രയും സാഹസം ചെയ്ത് വിപ്ലവം നടത്തിയത് ഈ കടിച്ചാപ്പൊട്ടാത്ത റൊട്ടി തീറ്റാനല്ല. അതുകൊണ്ട് എവിടെയാണ് നല്ല പൊടി കിട്ടുക, ധാന്യപ്പൊടി ശേഖരിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് തിന്നാൻ പറ്റുന്ന ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാർ, ഇതാണ് കമ്മ്യൂണിസത്തിൻ്റെ സത്ത. കേട്ടില്ലേ? സോവിയറ്റ് റഷ്യ ഒരു 5-10 വർഷം കൊണ്ട് എല്ലാവരും ആഹാരം കഴിക്കാൻ കഴിയുന്നവരായിട്ട് മാറി. പിന്നീടുള്ള മാറ്റം ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ലോകത്തിലെ വലിയ ശക്തിയായി ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുന്നതിനടക്കം സാധിച്ചു. നമ്മുടെ രാജ്യത്തെയും സഹായിച്ചു. ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അമേരിക്കയുടെ കപ്പൽപ്പട നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ റഷ്യ സമാധാനിപ്പിച്ചു. എല്ലാവരുടെയും നോക്കി ഇന്ത്യൻ ഭരണാധികാരികൾ ആരാ സഹായിക്കുക? നമ്മുടെ അടുത്താണെങ്കിൽ ആയുധമൊന്നും ഇല്ല വേണ്ടത്ര. അപ്പോൾ റഷ്യൻ ഭരണാധികാരികൾ വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്ത്യ ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, ഇതാ ഞങ്ങളുടെ സബ്മറൈനുകൾ അവിടത്തേക്ക് വരും. അമേരിക്കയുടെ കപ്പൽപ്പട വരുമ്പോഴേക്കും ബംഗാൾ ഉൾക്കടലിലേക്ക് നമ്മുടെ മുങ്ങിക്കപ്പലുകൾ വരും റഷ്യയുടെ. അത് കേട്ടപ്പോൾ അമേരിക്കക്കാർ പേടിച്ചിട്ട് തിരിച്ചുപോയി കേട്ടോ. ഇതാണ് ഇടതുപക്ഷ ആശയഗതികളുടെ മനുഷ്യ സ്നേഹം. അതിനെ തല്ലിക്കെടുത്താൻ വിചാരിച്ചാലും നുണ പറഞ്ഞ് പരത്താം. പക്ഷേ ആ ആശയമാണ് ഇന്നും ലോകത്ത് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. ഞാനത് ചുരുക്കുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ റഷ്യൻ വിപ്ലവം നടന്നപ്പോൾ അതറിഞ്ഞ് അവിടെ ഓടിച്ചെന്ന കുറേ സഞ്ചാരികൾ, ഞാനതിൻ്റെ കഥകൾ മുഴുവൻ പറയുന്നില്ല, ചരിത്രം മുഴുവൻ പറയുന്നില്ല. അവിടെ വെച്ച് തന്നെ ഇന്ത്യക്കും വേണം, അവിടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം നടത്തുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ തീരുമാനിച്ചു. അവിടെ വെച്ച് മുഹമ്മദ് ഷഫീഖ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ സെക്രട്ടറി ആക്കിക്കൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. പക്ഷെ തിരിച്ചു വരുമ്പോൾ അവരുടെ പേരിൽ ഒരുപാട് ഗൂഢാലോചന കേസുകൾ, അവരെ അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. കമ്മ്യൂണിസ്റ്റുകാർ കുറച്ചൊന്നുമല്ല സഹിച്ചത് കേട്ടോ. കമ്മ്യൂണിസ്റ്റുകാർ തെമ്മാടികളോ അക്രമികളോ ആയിട്ട് സഹിച്ചതല്ല.
കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം കൊന്നൊടുക്കിയത് ഈ നാട്ടിൽ സമത്വം ഉണ്ടാകണമെന്ന് പറഞ്ഞതിനാണ്, ജാതി വ്യവസ്ഥ നിലനിൽക്കരുതെന്ന് പറഞ്ഞതിനാണ്. ഞാൻ പറഞ്ഞില്ലേ, ദൈവം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഈ നല്ല എഴുതാൻ പഠിച്ച സവർണർ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ RSSകാരൊക്കെ. സ്ത്രീകളെയെല്ലാം വിളിക്കും സ്നേഹത്തോടെ, ദാക്ഷാണി ചേച്ചി, കല്യാണി ചേച്ചി, നമുക്ക് നാലമ്പലം കാണാൻ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ പറയും, നേരെ തന്നെ മോനെ ഇക്കൂട്ടൊന്നും കൂട്ടി കൊണ്ടുപോകുന്നില്ല, ഇൻറ്റൻസ് വന്നാൽ കാണാനല്ലേ, ആയിക്കോട്ടെ അമ്പലം കാണാൻ പോയി. അപ്പം അവരെ ഗ്രൂപ്പാക്കി, വാട്സാപ്പ് ഗ്രൂപ്പ്. എന്നിട്ട് അതിനകത്ത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ദൈവം പറഞ്ഞു എന്നാണ്. പിന്നെ മനുസ്മൃതി അല്ലേ, ആരാ ഈ സ്മൃതിയൊക്കെ എഴുതി വെച്ചത്? ഏത് ദൈവമാണ് പറഞ്ഞത് ഈ സ്ത്രീകളെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഇങ്ങനെ വട്ടത്തിലാക്കി നിർത്തണം, പുറത്തിറക്കരുത്, അപകടകാരികളാണെന്ന്? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? സ്ത്രീ സ്വാതന്ത്ര്യം പുരോഗമന സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യമല്ലേ. നോക്കൂ, ഇന്ന് പഴയ കാലത്തെ ജന്മി തമ്പുരാക്കന്മാരുടെ കാലത്തുള്ളതുപോലെ വൈകുന്നേരം ആകുമ്പോൾ ജന്മിയുടെ കാര്യസ്ഥം വന്നിട്ട്, കുഞ്ഞിരാമ എൻ്റെ പെണ്ണിന് 17 വയസ്സായോ അല്ലെ 15 വയസ്സായോ, ഇങ്ങോട്ട് ഇറക്കി വിടോളാം. അയ്യോ തമ്പുരാനെ, അത് തീരെ ആരോഗ്യമില്ല, അതൊന്നൊരു പ്രശ്നമല്ല, നീ ഇങ്ങോട്ട് വിടെന്ന് പറഞ്ഞാൽ കുഞ്ഞിരാമൻ പെണ്ണിൻ്റെ കൈ പിടിച്ചിട്ട് ജന്മിയുടെ അടുത്ത് ഉണ്ടാക്കുമോ? നിൽക്കവിടെ, നീ ആരാ ചോദിക്കാമെന്ന് പറയും. ചപ്പക്കുറ്റിക്ക് 2 എണ്ണം കൊടുക്കും നമ്മൾ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ. ആ ചപ്പക്കുറ്റിക്ക് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാക്കിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അതാണ് പറഞ്ഞത്, ജന്മിത്വത്തിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ആരോടാ ദൈവം പറഞ്ഞത്? പാവപ്പെട്ട കർഷക തൊഴിലാളിയോട് പറഞ്ഞിട്ടില്ല. ദൈവം അങ്ങനെ പറയില്ല. അങ്ങനെ ഒരു മോശം ശക്തിയല്ല ദൈവം. എന്തെന്ന്? ബ്രാഹ്മണസ്യ മുഖമാസി ബാഹു രാജന്യകൃത ഉരു തദൈശ്വൈ ദ്വൈശ്യ പത്പ്യാം ശൂദ്രോ അജായതേ. ഇങ്ങനെ അത് മനുഷ്യനുണ്ടായെന്ന. ബ്രാഹ്മണൻ തലേന്നുണ്ടായത് കൊണ്ട് സ്വത്തും ബുദ്ധിയല്ല അങ്ങോർക്ക്. ക്ഷത്രിയൻ കൈകളിൽ നിന്നായതുകൊണ്ട് യുദ്ധമൊക്കെ. വൈശ്യൻ ശരീരമാണ്, കച്ചവടമൊക്കെ ചെയ്യാം. ശൂദ്രൻ പാദങ്ങളാണ്, ഇവരെല്ലാം താങ്ങി നിർത്തുക, കണ്ടത്തിലും വയലിലൊക്കെ പണിയെടുത്തിട്ട്. ഇനി ഇതിലും പെടാത്ത ഈ 4 വർണ്ണത്തിൽ പെടാത്ത മനുഷ്യരുണ്ടെന്ന. അതാരാ? അവർണർ അല്ലേ. അവർ പറയർ പുലയർന്നെല്ലാം പറഞ്ഞ് അവരെ കണ്ട ചവിട്ടി തേച്ച് കളയണമെന്നാണ്. മനുഷ്യരല്ല എന്നാ, ചവിട്ടി അരച്ച് കളയണമെന്നാണ്. അയ്യങ്കാളിയൊക്കെ അതിനാ സമരം ചെയ്തത് അല്ലേ. അയ്യങ്കാളിയൊക്കെ പ്രതിഷേധിച്ച് തലപ്പാവൊക്കെ വെച്ചിട്ട് എന്നാൽ പിന്നെ ഇങ്ങനെ നടന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു. താഴ്ന്ന ജാതിക്കാരെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ല അല്ലേ, അവർക്ക് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, തമ്പുരാക്കന്മാരെ വായിക്കൈവത്തി ഒച്ചാനിക്കണം. അമ്പലത്തിൽ പോകാമായിരുന്നോ കൂട്ടരെ? എൻ്റെ കുട്ടിക്കാലാകുമ്പോഴും പോലും ചിലയിടത്തെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെയും 10-11 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ജനിക്കുന്നത്. അപ്പോൾ പോലും ചില അമ്പലത്തിൽ ഇന്ന് ദൂരെ നിൽക്കണം, അങ്ങോട്ടാ ശ്രീകോവിൽ. ചില ആളുകൾ വലിയ നമ്മളെക്കാളും വൃത്തിയും പഠിപ്പൊന്നും ഇല്ലാത്ത ആളുകളടക്കം ആ ശ്രീകോവിലിൻ്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ താഴ്ന്ന ജാതി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് ഈ ദൈവം അങ്ങനെ ജാതി നോക്കിയിട്ട് ഭക്തി അനുവദിക്കുന്ന ഒന്നാണോ? ഒരിക്കലുമല്ല. ദൈവത്തിന് അങ്ങനെ മനുഷ്യന്മാരുടെ ഇടയിൽ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെയാണ് രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുദേവനൊക്കെ നമ്മളോട് പറഞ്ഞത് അല്ലേ. ദൈവത്തിൻ്റെ മുന്നിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് ദൈവം സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞ് അവർണരെ എല്ലാറ്റിൽ നിന്നും മാറ്റി നിർത്തി അവർക്ക് വിദ്യ നിഷേധിച്ചു. അവരുടെ സ്ത്രീകൾക്കാണെങ്കിൽ ഇമാതിരി ഒരു ദൈന്യത, മുലക്കരം ചുമത്തുക. നമ്മളെത്ര മാറിയിരിക്കുന്നു. എന്നിട്ട് നികുതി കൊടുക്കാൻ എന്തെന്ന് ഓട്ടമുക്കാലം എന്തെങ്കിലും ഉണ്ടെങ്കിലേ പെറുക്കി കൊടുക്കല്ലേ. ഇല്ല ഇല്ല എന്ന് പറയുമ്പം വന്നിട്ട് ഈ സ്ത്രീയെ പ്രാപിക്കാൻ ശ്രമിക്കുകയാണ് അതിന് പകരമായിട്ട്. അപ്പോഴാണ് ഒരു സ്ത്രീ അല്ലേ, മുലക്കരം നങ്ങേലി മുല മുറിച്ചെറിഞ്ഞിട്ട് ഇതാ കൊണ്ടുപോ കാലമാടാ, ഇതുള്ളത് കൊണ്ടല്ലേ ദ്രോഹിക്കുന്നത് എന്ന്. എന്തൊരു ദൈന്യതയായിരുന്നു. ഇപ്പം എല്ലാവരുടെയും വിചാരം തനിയേ നമ്മൾ മാറി വന്നതാണ്. അല്ല, വലിയ സമരങ്ങളാണ് കർഷക സമരത്തിൻ്റെയൊക്കെ ഭാഗമായും ജന്മിത്വത്തിൻ്റെ അടിമത്തത്തിനെതിരായും മുൻ തലമുറ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതിനെല്ലാം ഫലമുണ്ടായി. 1957 ഇടതുപക്ഷം വന്നപ്പോൾ വലിയ മാറ്റം ഉണ്ടായി. ഭൂമിയുടെ മേലെ അവകാശം, കുടിയൊഴിപ്പിക്കൽ നിയമം കൊണ്ടുവന്നു. ഞാൻ ആ ചരിത്രമെല്ലാം പറയുന്നില്ല. പക്ഷേ വലിയ മാറ്റം ഉണ്ടായി. പൊതുവിദ്യാലയങ്ങൾ വന്നു, പെൺകുട്ടികൾക്കും പഠിക്കാമെന്നായി. ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ് അല്ലേ. ആരെങ്കിലും പഠിക്കാൻ ബാക്കിയായി പോയിട്ടുണ്ടെങ്കിൽ 90കളിൽ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം കൊണ്ടുവന്നു. ഞാനൊരു കൊല്ലം സാക്ഷരത AP അസിസ്റ്റൻറ്റ് പ്രോജക്റ്റ് ഓഫീസറായിരുന്നു. സ്കൂളിൽ നിന്ന് ഒരു കൊല്ലം സാക്ഷരതാ യജ്ഞത്തിലേക്ക് വന്നു. ജീവിതത്തിലെ ഒരു നല്ല കാലഘട്ടമായിരുന്നു. കുയിലൊക്കെ കാല് നീട്ടിയിരിക്കുന്നവരെ ഇപ്പോൾ അക്ഷരം പഠിപ്പിക്കാമെന്ന് ചിലർ കളിയാക്കി. പക്ഷേ 80ഉം 90ഉം വയസ്സുള്ള അമ്മാമ്മമാരടക്കം ഒരമ്മമ്മ എന്നോട് പറഞ്ഞു, നല്ല എന്നെ മോളെ പിള്ളമാരിങ്ങനെ പറമ്പിൻ്റെ ആധാരമെല്ലാം തെറ്റിച്ച് എഴുതി കൊണ്ടുവന്നിട്ട് ഒപ്പിക്കും, ചുണ്ടപ്പ്. ഇത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാലപ്പ ഇത് പഠിച്ചാൽ. ഓർക്കങ്ങനെയാണ് തോന്നിയത്. അത് ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രതിസ്ഫുരണാണേ.
അവർ പറഞ്ഞു ഇത് വായിച്ചു നോക്കിയിട്ട് ഒപ്പിടാലോ, നമ്മളെ പറ്റിക്കൂലല്ലോ എന്നാണ്. എന്തോ ഒരു സന്തോഷമുള്ള കാലം. അത് അവിടെ നിർത്തുകയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. തുടർ വിദ്യാഭ്യാസം എന്ന പേരിൽ ഇപ്പോഴും തുടരുന്നു. 4ാം ക്ലാസ് തുല്യത, 7ാം ക്ലാസ് തുല്യത, 10ാം ക്ലാസ് തുല്യത, ഇപ്പോൾ +1 +2 ആയി അല്ലേ. എന്നിട്ട് 72 വയസ്സുള്ള കത്രീന ചേടത്തി, അവരെവിടെയായിരുന്നു, പത്തനംതിട്ടയിലോ മറ്റായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, BCom പഠിക്കുന്നു. നല്ല ഒരു പാൻറ്റും ഷർട്ടും എല്ലാം ഇട്ട് ഇൻസൈഡ് ആക്കിയിട്ട് കത്രീന ചേടത്തി ചെറുപ്പക്കാരി പെമ്പിളറെ കൂടെ പഠിക്കാനിരിക്കുന്നില്ല, അത് കണ്ടിട്ടില്ലേ. എന്നിട്ട് അവരോട് ചോദിച്ചു BCom എങ്ങനെയാണ് വഴങ്ങുമോ? ഞാൻ 4ഉം 7ഉം 10ഉം എല്ലാം പാസ്സായി, +2 കഴിഞ്ഞു. പിന്നെ BCom കുറച്ച് കണക്കധികം ഉണ്ടായി. ഞാൻ കുടുംബശ്രീൻ്റെ എല്ലാം കണക്ക് ഞാനതിന് ശരിയാക്കില്ല, അതുകൊണ്ട് BCom കണക്കൊന്നും എനിക്ക് പ്രശ്നമില്ലാതെ കത്രീന ചേർത്തി പറയുന്നത് യൂട്യൂബിലൊക്കെ വന്നു. കുടുംബശ്രീയിലെ കണക്കല്ല, BCom കണക്ക്. പക്ഷേ അവരുടെ ആത്മവിശ്വാസമാണ്. ആരുണ്ടാക്കി കൊടുത്തു ഈ സാമൂഹ്യ മാറ്റം? കോൺഗ്രസും BJP എല്ലാം ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വപ്നം കാണാൻ പറ്റുമോ ഇത്തരത്തിലുള്ളൊരു മാറ്റം? അവിടെ തുടർ സാക്ഷരതാ യജ്ഞം നടത്തിയോ? അവിടെ ഇപ്പോഴും എത്രയോ സ്കൂളിൽ ചേരുന്ന കുട്ടികളുടെ ശതമാനം? സ്കൂളുണ്ടായിട്ട് വേണ്ടേ ചേരാൻ? സമ്പൂർണ്ണ സാക്ഷരത കേരളം കൈവരിച്ചത് ഈ കേരളത്തിനുണ്ടാക്കിയിട്ടുള്ള മാറ്റം എത്ര വലുതാ. അപ്പം എല്ലാം കണക്കാ. ചിലർ പറയുന്ന അങ്ങനെയാണ്, എല്ലാ പാർട്ടിക്കാരും കണക്കാ. അയ്യോ നിങ്ങളെല്ലാം കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് എന്താ ഉണ്ടായത്? റോഡ് പൊളിഞ്ഞു കിടക്കുന്ന കാണുന്നില്ലേ? ഏത് റോഡ്? എൻ്റെ പൊന്നെ, ഞാനിന്ന് വരുന്നത് കർണാടക സ്റ്റേറ്റ് കയറിയിട്ടാണ്. ഞാൻ അങ്ങോട്ട് പോയത് കൂട്ടുപടിയിൽ നിന്ന് കേട്ടോ, വിരാജപേട്ട വഴി ഗോണിക്കപ്പാലിലൊരു ബന്ധുവിൻ്റെ ഒരു കല്യാണം ഉണ്ടായിട്ട് നിർബന്ധമായും പോകേണ്ട വന്നു. രാവിലെ ഞാനും മാഷും എല്ലാം കൂടി അങ്ങോട്ട് വണ്ടി കയറി. അവിടെ പോയ വഴി, അവിടെ കൂട്ടുപുഴ വരെ തിരക്കേടില്ല, ഇപ്പം നല്ല മെക്കാടൻ റോഡാണ്. തലശ്ശേരി കൂർഗ് റോഡിൻ്റെ കൂട്ടുപുഴ വരെയുള്ള ഭാഗം. അതിൻ്റെ അപ്പുറത്തേക്ക് കയറിയപ്പോൾ നട്ടലും ഭാര്യയെല്ലാം ഊരിത്തെറിച്ച് പോയി കൂട്ടരെ. അതിന് റോഡ് കടകട ചടപട. ഇനി അവിടെ എത്തി ഗോണിക്കപ്പ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇവിടെ കാഞ്ഞങ്ങാടെത്താൻ അവർ പറഞ്ഞു, ഇനി വീണ്ടും ടീച്ചർ മട്ടന്നൂർ പോയിട്ട് വരണ്ട, ഇതിലെ കൂടി ഇങ്ങനെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിലെ കൂടി പോയിട്ട് ഒറ്റ മെക്കാടൻ റോഡ് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. നീ ഉണ്ടാവും എവിടെയെങ്കിലും. പക്ഷേ എന്തൊരു പാച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പാച്ച് വർക്ക് ചെയ്താലും പൊങ്ങിയും താണും ഇരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശത്തടക്കം എത്ര റോഡുകളാണ് നല്ല മെക്കാടൻ റോഡായത്. ഹൈവേ നിർമ്മാണം നടക്കുമ്പോൾ ലേശം പ്രയാസമുണ്ട് കേട്ടോ. വലിയ റോഡല്ലേ, വിചാരിച്ച പോലെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുമോ? അത് പൂർത്തിയായി കഴിഞ്ഞാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മളൊരു പോക്കുണ്ടല്ലേ, എന്താ അതിൻ്റെ ഒരു ഉഷാർ. ഞാനതല്ല പറഞ്ഞു വരുന്നത്. കേരളം പശ്ചാത്തല സൗകര്യത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാം മാറിയിരിക്കുന്നു, സ്ത്രീ ശാക്തീകരണത്തിലും. നോക്കൂ, കുടുംബശ്രീ അയൽക്കൂട്ടം 98-ൽ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഈ ചില ബാങ്കുകാർ വന്നിട്ട് നാട്ടിലെ സ്ത്രീകളെയെല്ലാം ചെറിയ അയൽക്കൂട്ടമാക്കി മാറ്റി അവർ വഴി നാട്ടിലെ സമ്പത്തെല്ലാം സൈഫൺ ചെയ്തെടുത്ത് ബാങ്ക് ആ പൈസയും കൊണ്ട് പോയി. അപ്പോൾ ഈ അയൽക്കൂട്ടം കൺവീനറെ സ്ത്രീകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. നീ പറഞ്ഞിട്ടാണ് ഞാൻ ചേർന്നത്, എവിടെ എൻ്റെ പൈസ ചോദിക്കുമ്പോൾ ഞാനറിയില്ല, ബാങ്കുകാരെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അയൽക്കൂട്ടം കൺവീനർമാർ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി പേടിച്ചിട്ട്. ആന്ധ്രാപ്രദേശിൽ 43 പേര് മരിച്ചു. അപ്പോഴാണ് തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയെല്ലാം ചേർന്നിട്ട് പറഞ്ഞത്, സ്ത്രീകൾക്കൊരു സമ്പാദ്യശീലം ഉണ്ടാവുന്നത് നല്ലതാണ്, അവർക്കൊരു ആശ്രയം കൊടുക്കാൻ. ഗവൺമെൻറ് ഗ്യാരണ്ടിയോടുകൂടി അവർക്കൊരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ അവർ പോയി ബാങ്കിൻ്റെ കെണിയിൽ വീഴില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്, സ്ത്രീകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലേ, കുടുംബശ്രീ അയൽക്കൂട്ടം. അതിനെ പിന്നെ ഗവൺമെൻറ്റുമായി ലിങ്ക് ചെയ്ത് പഞ്ചായത്ത് ഓഫീസിൽ അവർക്കൊരു ഇടമുണ്ട്, അതിനൊരു ഭരണരംഗമുണ്ട്, സമിതിയുണ്ട്, ADS ഉണ്ട്, CDS ഉണ്ട്, ജില്ലാ മിഷൻ ഉണ്ട്, സംസ്ഥാന മിഷൻ ഉണ്ട്. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് പണ്ട് പറയാറില്ലേ? ഉണ്ട് കേട്ടോ. അപ്പോൾ സ്ത്രീകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ പുറത്തേക്ക് വന്ന വിദ്യാസമ്പന്നരായ സ്ത്രീകൾ വസ്തുതകളെല്ലാം പഠിച്ച് രാഷ്ട്രീയ ബോധമുള്ളവരായി പൂർണ്ണമായും മാറിയോ? രാഷ്ട്രീയവൽക്കരിക്കണം എന്ന് പറയുമ്പോൾ ചിലർ പറയും കുടുംബശ്രീക്കാരെ എല്ലാം മാർക്സിസ്റ്റ് പാർട്ടി ചേർക്കാൻ പോയേ. ഞങ്ങളങ്ങനെയല്ല പറഞ്ഞത്. രാഷ്ട്രീയ സാമൂഹ്യ ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെന്താണ്, ചെയ്യാത്തതെന്താണ്, അത് മനസ്സിലാക്കലാണ്. ഈ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? നിരവധി ജാതികളായി വേർതിരിഞ്ഞുകൊണ്ടാണോ, എന്നാൽ എല്ലാ മനുഷ്യരും തുല്യരായി ഒരുമിച്ച് നീങ്ങുകയാണോ? റിപ്പബ്ലിക് ഡേയുടെ പിറ്റെന്നല്ലേ ഇന്ന് അല്ലേ? എന്താ അവിടെ സോവറിൻ റിപ്പബ്ലിക്കായിട്ട് മാറുമ്പോൾ നമ്മൾ പറഞ്ഞത് 50-ൽ ഭരണഘടന അംഗീകരിച്ചല്ലോ. ആ ഭരണഘടനക്ക് എന്താ പറഞ്ഞത്? സ്വതന്ത്ര ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ സോഷ്യലിസ്റ്റ് സോവറിൻ റിപ്പബ്ലിക് ആയിരിക്കുമെന്ന്. ഡെമോക്രസി മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റിയാ. ജനാധിപത്യം എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാ ജാതിക്കാരും അവർക്കുള്ള പൂർണ്ണമായ അവസര സമത്വമാണ്.
ജനിക്കാനും ജീവിക്കാനും വഴി നടക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം പുരുഷനും സ്ത്രീക്കും ഒരേപോലെ അവസരമാണ്. ഞങ്ങളുടെ അമ്പലത്തിൽ സ്ത്രീകളെ കയറ്റൂലെന്നോ, ഞങ്ങളുടെ അമ്പലത്തിൽ താഴ്ന്ന ജാതിയെ കയറ്റൂലെന്നോ ഒന്നും ഇന്ത്യ രാജ്യത്ത് ആചാരത്തിൻ്റെ പേരിലാണ് പറയുന്നതെന്ന് പറഞ്ഞാലും അതങ്ങനെ സാധിക്കുക. തുല്യമായ അവകാശം ഉണ്ടാവണ്ടേ? ആ തുല്യമായ അവസര സമത്വം, എല്ലാവർക്കും ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം, കൃഷിക്കാരാവാം, ഏത് വിദ്യാഭ്യാസവും നേടാം. ആ അവസ്ഥയാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളിലുള്ള ആളുകളും പ്രാർത്ഥനയൊക്കെ വേറെ വേറെ ആയിക്കോട്ടെ, അവനവന് ഇഷ്ടമുള്ള പോലെ, അല്ലേ? ഇപ്പോൾ ഹിന്ദു മതത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. ഒരാൾക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം, പ്രാർത്ഥിച്ചോട്ടെ. ഇനി കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നയാളോട് കൃഷ്ണനെ കള, ശിവനെ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും, അല്ലേ? ഞാൻ ആദ്യം കൃഷ്ണനെ പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് ശിവനെ, അല്ലെങ്കിൽ ഞാൻ ആദ്യം ശിവനെ പ്രാർത്ഥിക്കട്ടെ. അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. അല്ലാഹുവാണ് ദൈവം എന്ന് കരുതുന്നവർ അങ്ങനെ, യേശുവാണ് ദൈവം എന്ന് കരുതുന്നവർ അങ്ങനെ. പക്ഷേ ഇതിനെല്ലാം ശേഷം കൃഷിപ്പണി എടുക്കാനും റോഡുണ്ടാക്കാനും ആശുപത്രിയിൽ രോഗിയെ ചികിത്സിക്കാനും ഇതെല്ലാം മനുഷ്യർ ഒരുമിച്ച് ചേരുന്ന ഒരവസ്ഥ, അതാണ് സെക്കുലറിസം. രാജ്യഭരണത്തിൽ ഒരു മതവും കൈകടത്തണ്ട, രാജ്യം ഒരു മതത്തിൻ്റെതായി മാറണ്ട. ഒരു മതത്തിൻ്റെതായി മാറിയാൽ അപകടമാണ്. അതാണിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കാണുന്നത്. ഇസ്ലാം രാഷ്ട്രം, അവിടുത്തെ ഒരൊറ്റ പെണ്ണുങ്ങളെ പുറത്തിറക്കൂല കേട്ടോ. കട്ടിയുള്ള പർദ്ദയിട്ട് അതിനകത്ത് മൂടി ഇരുത്തുകയാണ്. നമ്മുടെ നാട്ടിലെ പർദ്ദ നല്ല മനോഹരമായ തുണി കൊണ്ട് നല്ല രസകരമായിട്ടുണ്ടാകും. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ ഇത് കട്ടിയുള്ള ആവരണത്തിൽ പൊതിഞ്ഞ് ആ മനുഷ്യരെ ശുദ്ധവായു ശ്വസിക്കാതെ, എന്നിട്ട് ദുർനടപ്പുകാരിയാണെന്ന് ആരോപിച്ച് കല്ലെറിഞ്ഞു കൊല്ലുക, ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ പാടില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ ഒരു മതത്തിൻ്റെ പേരിലുമല്ല. ഇനി ഹിന്ദു മനുസ്മൃതിയാണ്. മനുസ്മൃതി അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എന്താ ഉണ്ടാവുക? സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവരുത് എന്ന് മനുസ്മൃതി പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ അച്ഛനും യൗവനത്തിൽ ഭർത്താവും പ്രായമാകുമ്പോൾ മകനും സംരക്ഷിച്ചു കൊള്ളണം. കാരണം ഇതൊരു ചലബലയാണ്, ദുർബലയാണ്, ചപലയാണ്, അബലയാണ്. അതുകൊണ്ട് അതിനൊറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നോടൊരു പ്രൊഫസർ വാദിച്ചു, മഹിളാ മോർച്ചയുടെ ടീച്ചർ, നിങ്ങൾ എന്തിനാ അതിനെ എതിർക്കുന്നത്? സ്ത്രീകൾക്ക് നല്ല സംരക്ഷണം കിട്ടൂലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ കോളേജിൽ പോയി പ്രൊഫസറായത്? നിങ്ങൾ ആ വീട്ടിൽ തന്നെ ഇരുന്നാൽ ആരെങ്കിലും കുറച്ച് ഭക്ഷണവും കൊണ്ടുതരും, കുപ്പായവും മേടിച്ചു തരും, അവിടെ ഇരുന്നാൽ പോരെ, പിന്നെ പഠിപ്പിച്ച് കാശുണ്ടാക്കാൻ പോകണം. അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ജോലി ചെയ്യാം, നിങ്ങൾക്ക് കാശ് മേടിക്കാം, നിങ്ങൾക്ക് വസ്ത്രം മേടിക്കാം, അല്ലേ, ഒക്കെ ചെയ്യാം. പിന്നെ നിങ്ങളെന്തിനാണ് ഇങ്ങനെ വളഞ്ഞു കെട്ടി സംരക്ഷിക്കപ്പെടുന്ന ഒരു ദുർബലയാവുന്നത്? അതല്ല ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അഹങ്കാരമൊന്നുമല്ല. എന്നാൽ പുരുഷന്മാരെല്ലാം അവിടെ നിൽക്ക്, ഞങ്ങൾ മാത്രം മതി, ഇനി സ്ത്രീകളുടെ ഭരണമാണ്, പുരുഷന്മാരെ തൊടിയിപ്പിക്കില്ല എന്ന് പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫെമിനിസം. സോവിയറ്റ് റഷ്യയിലെ സമരനായികയായിട്ടുള്ള അലക്സാണ്ട്ര കോലൻഡോയ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ തർക്കിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിലെ റാഡിക്കൽ ഫെമിനിസ്റ്റുമായിട്ടാണ്. ആ ഫെമിനിസ്റ്റുകൾ, മുതലാളിത്ത രാജ്യങ്ങളിലെ ഫെമിനിസ്റ്റുകൾ വാദിച്ചത് വോട്ടവകാശം വേണം. അന്ന് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. വോട്ടവകാശം വേണം, പക്ഷേ സ്വത്തുള്ള സ്ത്രീക്ക് മാത്രമേ വോട്ടവകാശം കൊടുക്കണ്ടൂ. ആദ്യത്തെ അന്താരാഷ്ട്ര വനിതാ കൺവെൻഷനിൽ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ക്ലാരാ സെറ്റ്കിനും മറ്റും വാദിച്ചത് അല്ല, തൊഴിൽ ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളി സ്ത്രീ അടക്കമുള്ള എല്ലാ പ്രായപൂർത്തിയായ സ്ത്രീകൾക്കും വോട്ടവകാശം വേണം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണോ നല്ലത്, മുതലാളിത്താണോ നല്ലത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഒരു കുരുത്തക്കേടും പറഞ്ഞിട്ടില്ല. പ്രായപൂർത്തിയായ സാധാരണ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കും വോട്ടവകാശം വേണം. അവർക്ക് അവരുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ ഉണ്ട്. ഇതാണ് അവസാനം അലക്സാണ്ട്ര കോലൻഡോയ് സോവിയറ്റ് റഷ്യയിലെ മന്ത്രിയായപ്പോൾ ലെനിൻ ചോദിച്ചു, നിങ്ങൾ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി നിരന്തരമായി സംസാരിക്കുന്നയാളല്ലേ? അതെ. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ പറഞ്ഞു, കുറേ സ്ത്രീകൾക്ക് ആശ്വാസം കൊടുക്കണം, അവരടുക്കളയിലെ പണിയിൽ നരയിക്കുക, അവരൊന്ന് പുറത്തൊക്കെ കൊണ്ടുവരണം. അതുകൊണ്ട് നാടാകെ കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങണം, നാടാകെ കമ്മ്യൂണിറ്റി ലോണ്ടറികൾ തുടങ്ങണം, തുണി അലക്കാനുള്ള. ഇന്നാവുന്ന ഒരു അത്ഭുതമല്ല, ഇന്നിപ്പം പട്ടണത്തിലാകെ തൊഴിൽ കിട്ടുന്നതിൻ്റെ ഭാഗമായി ലോണ്ടറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ വന്നു കഴിഞ്ഞു. എന്നാൽ കേരളം സോഷ്യലിസത്തിലൊന്നും എത്തിയിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാ? ഇവിടെ 4-5 തവണയായാലും, അല്ല 5-8-9 തവണയായാലും നിങ്ങൾ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊരു സംസ്ഥാനം മാത്രമാണ്. കേന്ദ്രം ഭരിച്ചത് കോൺഗ്രസും BJP, അത് മുതലാളിത്ത ഭരണ വ്യവസ്ഥയാണ്. അതിന് കീഴിൽ ഒരു സംസ്ഥാനത്തിന് സോഷ്യലിസ്റ്റ് ആശയഗതികൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ പറ്റുന്നില്ല. 1600 രൂപേൻ്റെ പെൻഷൻ 2000 ആക്കണം നമുക്ക് ആശയില്ലാഞ്ഞിട്ടാ. നമ്മളെ ടാക്സ് ഷെയർ മുഴുവൻ അവിടെ പിടിച്ചു വെച്ചാൽ എങ്ങനെയായി പെൻഷൻ കൊടുക്കുക? അവരെ പൈസയൊന്നുമല്ല. ഇവിടെ നമ്മൾ കൊടുക്കുന്ന നികുതിയുടെ 70% തിരിച്ചു വരേണ്ടതിന് പകരം 70% അവിടെ പിടിച്ചു വെച്ച് 30% ഇങ്ങോട്ട് തന്നാൽ എങ്ങനെ പെൻഷൻ കൊടുക്കുക? കേട്ടില്ലേ? അത് ചോദിക്കണ്ടേ?
ഇനിയിപ്പം പണ്ട് ജന്മിമാർക്കെതിരായിട്ട് സമരം ചെയ്ത നമ്മുടെ സമര സേനാനികളൊക്കെ എഴുന്നേറ്റ് വരാൻ പോകുന്നുണ്ടോ? യശോദ ടീച്ചറെല്ലാം പോലുള്ള ആളുകൾ എഴുന്നേറ്റ് വരാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ സമരം ചെയ്യണ്ടേ, വെക്കിവിടെ എന്ന് പറയണ്ടേ? അതിന് പറയേ, അതിനെന്തിനാപ്പാ കേന്ദ്രത്തിന് പറയും നിങ്ങളല്ലേ ഇട ഭരിക്കുന്നതെന്നല്ലേ ചിലർ ചോദിക്കുന്നത്? കാര്യം മനസ്സിലായിട്ടില്ലല്ലോ. ഞങ്ങളെല്ലാം ഡൽഹിയിൽ പോയി സമരം ചെയ്തു. ഈ നാട്ടിലെ സ്ത്രീകൾ പറയണ്ടേ? ഏത് പാർട്ടി ആയാലും ആളുകളോട്, കോൺഗ്രസിനോട്, ബി ജെ പിയോട്, കോൺഗ്രസിനോട് നമ്മളെ കൂടെ നിന്ന് സമരം ചെയ്യാൻ പറയണം, ബി ജെ പിക്കാരോട് പൈസ ഇടവെക്കാൻ പറയണം, അല്ലേ? എന്നാലല്ലേ ശരിയാവൂ. അപ്പോൾ സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള ഒരുപാട് വികസനം, അതിലൊന്നാണ് സ്കൂളുകൾ നന്നാക്കിയത്, സാധാരണക്കാരൻ പഠിക്കുന്ന സ്കൂളുകൾ സുന്ദരമായി. അതിലൊന്നാണ് ആശുപത്രികൾ മനോഹരമാക്കിയത്, ഇല്ലേ? നല്ല മനോഹരമായിട്ടുള്ള ഫാമിലി ഹെൽത്ത് സെൻ്ററുകൾ. ഞാനിങ്ങോട്ട് ഇറങ്ങി വരുമ്പം അതിർത്തിക്ക് പാണക്കാടോ പാണത്തൂർ അല്ലേ, പാണത്തൂർ ഇറങ്ങി വരുമ്പം നിൽക്കുന്നു നല്ല മനോഹരമായിട്ടുള്ള ഫാമിലി ഹെൽത്ത് സെൻ്റർ. ഞാനവിടെ പോയിരുന്നു മന്ത്രിയായപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ അവിടുത്തെ നേഴ്സുമാരെല്ലാം കണ്ടിട്ട് മറന്നുപോയിട്ടില്ല. അവരെല്ലാം കൂടി എന്നെ കണ്ടപ്പോൾ ഓടി വന്നു, ടീച്ചർ ഇവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വന്നിരുന്നു. ഒരുപാട് ആൾ വരുന്നുണ്ട് ആസ്പത്രിയിൽ, നല്ലത്, വളരെ നല്ലതല്ലേ. ഇത് ടീച്ചറിൻ്റെ ഒരു മികവല്ല, ഇത് LDF ഗവൺമെൻറ് സ്വീകരിച്ച ഇടതുപക്ഷ ആശയഗതികളുടെ ആസൂത്രണത്തിൻ്റെ വിജയമാണ്. മന്ത്രി എന്ന നിലയിൽ ഞാനൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റൂല. പക്ഷേ ആ ആശയം ഏതാണ്? എന്നിട്ടും പറയുന്നു ഇടതുപക്ഷമല്ല, മഹാമോശം, എല്ലാം കണക്കാന്ന്, ഒന്നും ശരിയല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഈ നേടിയ നേട്ടങ്ങൾ നിലനിൽക്കണമെങ്കിൽ, സ്ത്രീകൾക്ക് അഭിമാനബോധത്തോടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ശക്തമാകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. ഞാൻ 2-3 കാര്യങ്ങൾ വളരെ ചുരുക്കി ആധുനിക കാലത്തെക്കുറിച്ച് പറയാം. ഇനിയിപ്പോൾ ജന്മിമാരെ പേടിക്കണ്ട. ഇനി ഒരുത്തനും വിളിച്ചാൽ കല്യാണത്തിൻ്റെ തലേന്നാൾ വീട്ടിൽ പോയി നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ല മനോഹരമായിട്ടുള്ള, ചെറിയ പൈസയാണെങ്കിൽ ചെറിയ വീട്, വലിയ പൈസയുള്ളവർ വലിയ വീട്, എന്നാലും പെണ്ണിനും ചെക്കനും കിടക്കാൻ വേണ്ടി അടച്ചു പൂട്ടുന്ന, കുറ്റിയിടുന്ന ഒരു മുറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്, അല്ലേ? ഉത്തരേന്ത്യയിൽ ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കും. അത് വേറെ ഇരിക്കട്ടെ, ഗ്രാമത്തിലുള്ളവർ ആർക്കും ഇല്ലയെന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷേ ഇവിടെ ഇപ്പം എന്താ പ്രശ്നം? ഒന്ന്, ഇവിടെ പഴയ ഫ്യൂഡലിസത്തിൻ്റെ ചില ദുർമുഖങ്ങൾ ബാക്കിയായിട്ടുണ്ട് കേട്ടോ. അതെന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ജാതിബോധം. അതിനെയാണ് സംഘപരിവാരക്കാരും മറ്റും പ്രോത്സാഹിപ്പിക്കുന്നത്. എന്താ പറയുന്നത് അല്ലേ? ജാതി അതുള്ളതാ, ആയിക്കോട്ടെ. പക്ഷെ ഈ ജാതിയെല്ലാം ഒന്നിച്ച് അവിടെ പോകാവൂ. നമ്മൾ സ്ത്രീകൾക്ക് പറയാൻ കഴിയണം. എന്താ പറയാൻ കഴിയേണ്ടത്? മുമ്പിങ്ങനെ ജാതി വേർതിരിഞ്ഞു നിന്ന കാലത്ത് ഞങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളുണ്ട്. ഇന്ന് അതില്ല. ഇന്ന് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോവാം, ഞങ്ങൾക്ക് മീറ്റിങ്ങിന് പോകാം, ഞങ്ങൾ സ്കൂളിൽ പോകാം. വീണ്ടും ആ ജാതി വ്യവസ്ഥ അതേപോലെ തിരിച്ചു വരുന്നത് ആപത്താണ്. മറ്റൊന്ന്, കടുത്ത അന്ധവിശ്വാസത്തെ മാർക്കറ്റ് ചെയ്യുകയല്ലേ. ഞാൻ TV-യിൽ ഒരു പരസ്യം കണ്ടിട്ടുണ്ട്. ഒരു മഹാലക്ഷ്മി യന്ത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല എന്നാ. 3000 ഉറുപ്പ്യേ ഉള്ളൂ ഒന്നിന്. എന്നാൽ അടുത്ത ബജറ്റ് അവതരിപ്പിക്കുമ്പം 3000 ഉറുപ്പ്യക്ക് ഓരോ മഹാലക്ഷ്മി യന്ത്രം ഓരോ വീട്ടിൽ കൊടുത്താൽ മതിയാവുമോ? അത് മേടിച്ച് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോളൂ. പക്ഷേ ഒന്നും ഓർക്കേണ്ടത്, അത് ഉണ്ടാക്കി വിൽക്കുന്നവർ കോടികൾ കൊയ്യുകയാണ് ഈ പരസ്യത്തിലൂടെ, കേട്ടോ. അതുകൊണ്ട് മാത്രം അതല്ല വേണ്ടത്. മനുഷ്യരുടെ പട്ടിണി മാറ്റാനുള്ള മറ്റാസൂത്രണങ്ങൾ നടത്തണം. അത്ര ലളിതമായി ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ. ഇനി മത്സരിച്ചെടുന്നെങ്കിൽ 3000 ഉറുപ്പ്യ ഉണ്ടാക്കി അതൊന്ന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സ് ഖേദിക്കൊന്നും വേണ്ട. അത് വാങ്ങിക്കൊണ്ടത് കൊണ്ട് മാത്രം മാറില്ല. നമ്മുടെ സമൂഹത്തിൽ നടത്തുന്ന ആസൂത്രണത്തിലൂടെ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അത്ര ലഘുവായിട്ടുള്ള കാര്യങ്ങൾ വേണ്ട. അതുപോലെ ചൊവ്വാദോഷമൊക്കെ പോലുള്ള കാര്യങ്ങളിലൊന്നും അഭിരമിക്കേണ്ടതില്ല. ഒരു ഹിന്ദു കുട്ടിക്ക് ചൊവ്വയുണ്ടെങ്കിൽ അതേ നാഴിക വിനാഴികയ്ക്ക് ജനിച്ച മുസ്ലിം കുട്ടിക്കും ചൊവ്വ വേണ്ടേ? മുസ്ലിം പെൺകുട്ടി ചൊവ്വയും ബുധനൊന്നും നോക്കാണ്ടല്ലേ കല്യാണം കഴിച്ചു പോകുന്നത്. ഇനി അവർക്കും കൂടി ചൊവ്വ ഉണ്ടാക്കിയാൽ മതിയാവുമെന്ന് ചിലർ വിചാരിച്ചിറങ്ങിയിട്ടുണ്ട്, കേട്ടില്ലേ? അപ്പോൾ ഇത്ര ലളിതമായിട്ടുള്ള അന്ധവിശ്വാസ ജഡിതമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല ഭക്തിയാവാം ഗുരുദേവൻ്റെയും അതുപോലെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും ഒക്കെ. അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ കൂടുതൽ ദുർബലരാവുകയല്ല വേണ്ടത്, കൂടുതൽ ശാസ്ത്രബോധമുള്ള നല്ല മിലിറ്റൻ്റ് ആയിട്ടുള്ള, അതിൻ്റെ അർത്ഥം അഹങ്കാരി എന്നല്ല, ഒന്ന് പറഞ്ഞ് രണ്ടിന് ആരെയും തക്കുന്നവരല്ല, കേട്ടില്ലേ? വളരെ പക്വതയോടുകൂടി പഠിച്ച് കാര്യങ്ങൾ പറയുന്ന, തുല്യ വീട്ടിലും നാട്ടിലും തുല്യ പദവിക്ക് അവകാശികളാണെന്ന ബോധമുള്ള, നന്നായി വായിക്കുന്ന പഠിക്കുന്നവരായിട്ട് മാറണമെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മാറ്റാൻ പറ്റുള്ളൂ. 2, മുതലാളിത്തത്തിൻ്റെ ദോഷവശങ്ങൾ കടന്നു വരികയാണ്. അതേതിലെല്ലാം വരുന്നുണ്ട്.
ദിവസേന വായിക്കുന്ന പത്രക്കടലാസുകളിൽ കാണാം, ചിലപ്പോൾ നവമാധ്യമങ്ങളിൽ കാണാം, സിനിമയിൽ കാണാം. അതെല്ലാം പുതിയ സമൂഹം പകർത്തുകയാണ്. കാശ് സമ്പാദിച്ചാൽ സുഖലോലവുമായിട്ട് ആ കാശ് എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കുക. അതാണ് മയക്കുമരുന്ന്. മുതലാളിത്ത രാജ്യങ്ങളുടെ ഒരു വലിയ പ്രത്യാഘാതമാണ് മയക്കുമരുന്നിൻ്റെ ഉപഭോഗം. അത് കേരളത്തിലും വരുന്നുണ്ട്. കേരളത്തിൽ ആ മയക്കുമരുന്ന് എത്ര കൊലപാതകങ്ങൾ നടത്തി. കഴിഞ്ഞ ദിവസം ഒരു മോൻ അമ്മയെ കൊന്നു കളഞ്ഞല്ലേ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടിയാണ്. നിഷ്കരണം, എനിക്ക് ജന്മം തന്നതിനാണ് കൊന്നത് എന്ന്. എന്തൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ. ഞാനത് വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും ബന്ധുക്കളുമായിട്ടുള്ള സ്ത്രീകൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള നല്ല ബോധവൽക്കരണവും ഇടപെടലും സമൂഹത്തിൽ നടത്തണം. മയക്കുമരുന്നിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കണം. പിന്നെ സ്ത്രീകൾ ഒരു കച്ചവട വസ്തുവായി മാറുന്ന അവസ്ഥ, പെൺകുട്ടികളെയൊക്കെ കച്ചവട വസ്തുവായിട്ട് മാറ്റുക, വിൽക്കുക, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുക, ഇതൊക്കെ മുതലാളിത്തത്തിൻ്റെ അളിഞ്ഞ വശങ്ങളാണ്. നല്ല സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ പണത്തിനോ പദവിക്കോ വേണ്ടി ഒരു സ്ത്രീക്ക് മറ്റൊരാൾക്ക് കീഴ്പ്പെടേണ്ടതായിട്ട് വരില്ല. പുരുഷനും പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള, അലക്സാണ്ട്ര കോലൻഡോയുടെ ഭാഷയിൽ പറഞ്ഞാൽ കോംറേഡ്ലി റിലേഷൻഷിപ്പായിരിക്കും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ. ഈ കാണുന്ന അളിഞ്ഞ ബന്ധങ്ങൾ, ഒരാളെ കല്യാണം കഴിക്കുക, മറ്റൊരാളെ പ്രേമിക്കുക, എന്നിട്ട് ഇയാളെ വിഷം കൊടുത്ത് കൊല്ലുക, ഇമാതിരി തലതിരിഞ്ഞ ഏർപ്പാടൊക്കെ വരുന്നത് മുതലാളിത്ത ജീർണതയുടെ ഭാഗമായിട്ടാണ്. അത് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെ മാന്യമായിട്ട് പെരുമാറാം, എങ്ങനെ മനുഷ്യന്മാർ തമ്മിലുള്ള വളരെ വളരെ സോഷ്യലിസ്റ്റ് രീതിയിലുള്ള അന്തസ്സുറ്റ ബന്ധങ്ങളാവാം എന്ന് പഠിപ്പിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ദുർബലതകൾ കുറേ പരിഹരിക്കാൻ സാധിക്കും. നമ്മുടെ സിനിമയൊക്കെ വളരെ മോശം. ഞാൻ കണ്ടിട്ടില്ലേ, അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു, പേര് പറയുന്നതിന് വിരോധമില്ല, മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ. എൻ്റെ അമ്മ ബോക്സ് ഓഫീസിൽ ഭയങ്കര ഹിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു, മക്കളെ ആ സിനിമ ഒന്ന് പോയി കണ്ടാലോ. അപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, കൊന്നാൽ കാണാൻ പോലെ ടീച്ചർ. എന്താ അതിനകത്ത് കുഞ്ഞു മക്കളെ എത്ര ക്രൂരമായിട്ട് എങ്ങനെ കൊല്ലാമെന്ന് നേരിട്ട് കാണിക്കുകയാണ്. ഒരിക്കലും പാടില്ലാത്തതാണ്. ആ സെൻസർ ബോർഡിന് ഇതിന് നടപടിയെടുക്കേണ്ടതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ ഈ ആളുകളുടെ മനസ്സിലുള്ള ഈ വൃത്തികെട്ട സമൂഹത്തിനകത്ത് അത്തരം കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലാവുന്നൊരു തെറ്റല്ല എന്നൊരു ബോധം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സെൻസർഷിപ്പ് നിയമങ്ങളിൽ പറയുന്നുണ്ട്. അതൊന്നും പച്ചക്ക് ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അത് കാണിച്ചിട്ടും സെൻസർ ബോർഡിൻ്റെ കത്രിക വീഴുന്നില്ല. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്, ഇനി OTTയിൽ റിലീസ് ചെയ്യുമ്പോൾ സെൻസർ ബോർഡ് കട്ട് ചെയ്ത ഭാഗം കൂടി അതിൻ്റെ അകത്ത് കയറ്റുന്ന പരസ്യം കൊടുക്കുക. ഇതെവിടെ എത്തും ഈ കാലം? സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടുള്ള പരിഹാസ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അത് ചില സിനിമകളിൽ ഞാൻ കണ്ട് നല്ല സിനിമയായിരിക്കും, പക്ഷേ ചിലയിടത്തെത്തുമ്പോൾ സംഗതി സ്ത്രീകളെ പരിഹരിച്ചിട്ട്. ഒരു സിനിമയിൽ ഒരു വിദ്വാൻ അതിൻ്റെ നായികയോട് നായകൻ പറയുകയാണ്, പ്രസിദ്ധരാണ്, അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ 10 മാസം എനിക്ക് പണി കിട്ടുന്ന. എന്തൊരു ജുഗുപ്സാവഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അടുത്ത നാളിൽ ഒരു നടിയുടെ അവരെ പരിഹസിച്ചുകൊണ്ടൊരു വർത്തമാനം ഒരാൾ പറഞ്ഞ് അയാൾ അറസ്റ്റ് ചെയ്തു. ബോച്ചെ അല്ലേ? നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസവും അവരോട് ചെന്നിട്ട് നേരിട്ട് കുറച്ചും കൂടി ഇങ്ങനെ. അപ്പോൾ അവർ പറയല്ല എനിക്കിതാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ, എന്നാൽ ശരീരം കണ്ട ഉടനെ തന്നെ ഹാലിളകുന്ന രീതി സമൂഹത്തിലുണ്ടാകാൻ പാടുണ്ടോ? അപ്പോൾ അതെല്ലാം തന്നെ വല്ലാത്തൊരു മുതലാളിത്ത ഭ്രാന്തിൻ്റെ അല്ലെങ്കിൽ ഉപഭോഗ ആർത്തിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ വന്നു ചേരുന്നുണ്ട്. നമ്മുടെ മക്കൾ ഈ യൂട്യൂബും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. എൻ്റെ നാട്ടിലൊരു പെൺകുട്ടി, അതിൻ്റെ ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാളിവിടെയും കൂട്ടി വന്നു, 2 കുഞ്ഞു മക്കളും, നല്ല മെലിഞ്ഞ 2 മക്കൾ. അപ്പോൾ ഇവളിങ്ങനെ വടി പോലെ ഇരിക്കുക. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ടീച്ചറെ ഇവളെ കഴുത്തിലാകെ ഒരു 3 പവൻ്റെ ഒരു മാല, ചെറിയ 2-3 മാല കൂടി ഞാനെല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് 3 പവനാക്കി കൊടുത്തതാണ്. എന്നിട്ട് എന്തായി, ഇവളാർക്കോ ഊരി കൊടുത്തു. ഞാൻ ചോദിച്ചു, ആർക്ക് കൊടുത്തു മോനെ? അവളോടന്നെ ചോദിക്ക്, ആർക്ക് കൊടുത്തു മോളെ? എനിക്കറിയില്ല. എനിക്കറിയാത്ത ആൾക്ക് കൊടുത്തോ? അത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ്. മോൻ കണ്ടാൽ അറിയോ? ആ ഫേസ്ബുക്കിൽ അയാളെ മുഖമൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ എന്തോ ഒരു പൂവിൻ്റെയോ മറ്റോ ചിത്രം. ഞാൻ ചോദിച്ചു, അവനല്ലേ നീ മാല കൊടുത്ത്? കണ്ടാത്തിരിയില്ലേ? അയാളല്ല വന്നത്, ഒരു കൂട്ടുകാരനെ പറഞ്ഞയച്ചതാണ്. എന്ത് പറഞ്ഞിട്ട്? ഞാനിങ്ങനെ വളരെ പോഷായിട്ട് ജീവിക്കുന്ന നിന്നെ മനോഹരമായിട്ട് മോളെ ഞാൻ കൊണ്ടടക്കും, എറണാകുളം എല്ലാം കാണിച്ചു തരാം, എറണാകുളത്തുള്ളതാണ്. നീ ഒരു കാര്യം ചെയ്താൽ മതി, ഇപ്പം തൽക്കാലം എൻ്റെ അടുത്ത് പൈസയില്ല, അതുകൊണ്ട് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്നാൽ നമുക്ക് പിന്നെ ഇപ്പം ലേശം ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ പറഞ്ഞു എൻ്റെ പൈസയൊന്നുമില്ല.
പൊന്നുണ്ടോ? ആ, ഒരു മാലയുണ്ട്, എന്നാൽ അത് നീ കൊടുത്തയക്ക്, അത് വിറ്റിട്ട് ഞാനൊരു കാറും പിടിച്ച് എന്നെ കൂട്ടാൻ വരും. കാക്കേൻ്റെ തലയിൽ വണ്ണ വെച്ച് പിടിക്കാന്നുള്ള സൂത്രം പറയുന്നതൊക്കെ അതുപോലെ ഊരിക്കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ പറയാൻ നോക്കുമ്പോൾ ഇവളെ എൻ്റെ കൈ പിടിച്ച് വെക്കുന്നു, ഫോൺ ചെയ്യാൻ വിടുന്നില്ല. ഞാൻ ആളറിഞ്ഞാൽ ഞാൻ ചത്ത് കളി. ഞാൻ വലിയ ചെപ്പക്കുരിക്ക് 2 തരാനുള്ള ദേഷ്യം എനിക്കുണ്ട്. പക്ഷേ ഞാൻ ചെയ്യാത്തത്, നീ വീട്ടിൽ ചെന്നിട്ടൊരു കത്ത് എഴുതി വെക്കും, ശൈല ടീച്ചർ അടിച്ചിട്ടാണ് ഞാൻ മരിച്ചേളുന്നത്, എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഈ സ്ത്രീകളോട് പറയാനുണ്ട്, ജയിലിൽ കിടന്നിട്ട് പറയേണ്ടി വരും ഞാൻ. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ ചെയ്തത് തെറ്റാണ്. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, പക്ഷേ പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇത്ര ലളിതമാണ്. ഈ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്നല്ല. അതുകൊണ്ട് നല്ല ബോധവൽക്കരണം സമൂഹത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഞാൻ ചുരുക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപ്രക്രിയയിലൂടെ മാത്രമേ കേരളത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. വേറെ എന്താ മറ്റുള്ളവർ ചെയ്തിട്ടുള്ളത്? എല്ലാ പരിഷ്കാരങ്ങളും കഴിഞ്ഞ തവണത്തെ 4 മിഷനുകളടക്കം ഞാനിനി അതിലേക്കൊന്നും പോകുന്നില്ല. ഇന്ന് അന്തസ്സുറ്റ സ്ത്രീകൾ, നന്നായി പഠിച്ച് എവിടെയും ഇറങ്ങിച്ചെല്ലാനും വഴി നടക്കാനൊക്കെ കഴിയുന്ന സ്ത്രീകളായി നമ്മൾ മാറിയിട്ടുണ്ട്. എന്നാൽ അതും കൊണ്ട് അനങ്ങാണ്ടിരിക്കലല്ല, ഈ പുതിയ വിപത്തുകളെ, കടുത്ത ജാതിബോധം, അന്ധവിശ്വാസം, അതിലേക്കെല്ലാം നമ്മളെ തളച്ചിടുന്നതിനെ എതിർത്തുകൊണ്ട് നേരത്തെ എത്ര നല്ല ബോധത്തോടു കൂടിയാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള സമരസഖാക്കളായ സ്ത്രീകൾ പ്രവർത്തിച്ചത്, അതുപോലെ ഈ സമൂഹത്തിലെ തെറ്റിനെതിരെ പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായാൽ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല സമൂഹത്തിൽ ജീവിക്കും. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുതലാളിത്തത്തിൻ്റെ ജീർണതയിൽ അഭിരമിച്ച് അങ്ങനെയുള്ളൊരു പുഴുക്കുത്തേറ്റ ജീവിതമായിരിക്കും അവർക്ക് കിട്ടുക. അതുകൊണ്ട് നമുക്ക് ഈ സമൂഹത്തെ സംസ്കരിക്കാം, നന്നാക്കാം, നല്ല പുരോഗമനമുള്ളതാക്കി മാറ്റാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ മറ്റൊന്നുമല്ല ഈ നാട്ടിലെ ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത്. സോഷ്യലിസ്റ്റ് ആശയഗതികൾ ഇന്ന് ലോകം മുഴുവൻ പറഞ്ഞു തുടങ്ങി, അല്ലേ? അമേരിക്കയുടെ ചെയ്തികളൊക്കെ കണ്ടിട്ട് ഇനി വരുന്ന നാളുകൾ സോഷ്യലിസത്തിൻ്റെതാണ്. സോവിയറ്റ് റഷ്യയിൽ അട്ടിമറിക്കപ്പെട്ടാലും ശരി, മറ്റെവിടെയും നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും ശരി, ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളും എല്ലാം മുതലാളിത്തത്തിൻ്റെ സൃഷ്ടിയാണ്. അതിൽ നിന്ന് ഒരറുതി വരുത്തി മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് സോഷ്യലിസ്റ്റ് ആസൂത്രണ പ്രക്രിയയാണ്. അതുകൊണ്ട് വരുന്ന നാളുകൾ ഇടതുപക്ഷ ആശയഗതികൾക്ക് കൂടുതൽ പ്രസക്തിയുള്ളതാണ് എന്നുകൂടി മനസ്സിലാക്കുക. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ, ഞാനതാ പറഞ്ഞത്, താരതമ്യം റോഡിൽ മാത്രമൊന്നും അല്ല. അപ്പോൾ ആ ഗവൺമെൻറ്റിനെ നമുക്ക് നന്നായിട്ട് നിലനിർത്താനും പരിഷ്കരണ നടപടികളെ, മറ്റു വിഷയങ്ങൾ പറയുമ്പോൾ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന പങ്ക് നമുക്ക് വഹിക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നല്ല അന്തസ്സോടെ ഊർജ്ജസ്വലതയോടുകൂടി നല്ല വായിച്ചു പഠിച്ചു വളർന്ന് എല്ലാ തെറ്റിനെതിരെയും സംസാരിക്കാൻ സാധിക്കുന്ന, കലഹപ്രിയർ മാത്രമല്ല, തെറ്റിനെതിരെ മാത്രമാണ് കലഹിക്കേണ്ടത്. അങ്ങനെ ചെയ്യാൻ വീട്ടിനകത്തും നല്ല ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ. ഇടതുപക്ഷ ആശയഗതികളെ നമുക്ക് മുന്നോട്ട് നയിക്കാം അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.